കടുത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽ മഴ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഴ പെയ്തു. മഴയ്ക്കൊപ്പം ശക്തമായ ഇടിയും മിന്നലും. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ഇടിമിന്നലേറ്റ് യുവാവ് മരിച്ചു. തൃശൂരിൽ കളിക്കുന്നതിനിടെ 4 കുട്ടികൾക്ക് മിന്നലേറ്റു. നെയ്യാറ്റിൻകരയിലും കോതമംഗലത്തും കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടായി. മറ്റന്നാൾ മുതൽ ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉയർന്ന വൈദ്യുതി ഉപയോഗത്തിനും ചൂടിനും പരിഹാരമായി സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ വേനൽ മഴ പെയ്തു. തിരുവനന്തപുരം നഗരത്തിലും കൊച്ചിയിലും പത്തനംതിട്ടയിലും മഴ ലഭിച്ചു. മഴയ്ക്കൊപ്പമുണ്ടായ ഇടിമിന്നലേറ്റ് ഒരു മരണം സംഭവിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ പുത്തൻകാവ് പള്ളി ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാനെത്തിയ ആസിഫ് അഷ്റഫാണ് മരിച്ചത്. തൃശൂരിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ ഇടിമിന്നലേറ്റ് 4 കുട്ടികൾക്ക് പൊള്ളലേറ്റു. നെയ്യാറ്റിൻകരയിൽ വീടിന് ഇടിമിന്നലേറ്റ് ഗൃഹോപകരണങ്ങൾ നശിച്ചു. കോതമംഗലം സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളിയുടെ മുകൾ ഭാഗത്തെ കോൺക്രീറ്റ് പാളി അടർന്നു വീണു. കോന്നി താലൂക്ക് ആശുപത്രി റോഡിൽ മണ്ണൊലിപ്പുണ്ടായി നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. കൊല്ലത്ത് മണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും ആലിപ്പഴം വീഴ്ചയുണ്ടായി. ആലിപ്പഴം വീണ് കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടായി. വ്യാഴാഴ്ച മുതൽ മെയ് 2 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വേനൽ മഴയുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കർണാടകയ്ക്കും മഹാരാഷ്ട്രയ്ക്കും മുകളിലായി സ്ഥിതി ചെയ്യുന്ന പ്രതിചക്രവാതത്തിന്റെ സ്വാധീനം ചൂട് കുറയ്ക്കും. അൾട്രാവയലറ്റ് സൂചിക കുറയുന്നത് ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തൽ. പാലക്കാട് ജില്ലയിൽ 39.3 ഡിഗ്രി സെൽഷ്യസും കൊല്ലത്ത് 37.6 ഡിഗ്രി സെൽഷ്യസും കോഴിക്കോട് 37.9 ഡിഗ്രി സെൽഷ്യസുമാണ് ഇന്ന് രേഖപ്പെടുത്തിയ താപനില. കൊല്ലം പോരുവഴിയിൽ 10 വയസ്സുകാരന് സൂര്യതപമേറ്റു. കണ്ണൂർ കാഞ്ഞിരക്കൊല്ലിയിൽ കുടിവെള്ള പൈപ്പ് ലൈൻ നന്നാക്കുന്നതിനിടെ യുവാവിന് സൂര്യതപമേറ്റു. പത്തനംതിട്ട കോന്നിയിൽ 64-കാരനും സൂര്യതപമേറ്റിരുന്നു. നിലവിൽ ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിലും താപനില മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.